ഹലോ ഗൈസ്, ഇന്നലെ റിലീസായ ഗോളം എന്നുള്ള സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് സിനിമ കണ്ടത്. അപ്പോൾ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഡയറക്ടർ സംജാത് എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി റൈറ്ററിൽ ഒരാളും കൂടെയാണ്. പിന്നെ പ്രവീൺ വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ ചേർന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എ.വി. സെൽവിൻ തോമസ് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ പെർഫോം ചെയ്തിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ രഞ്ജിത്ത് വിജയൻ ഉണ്ട്, പിന്നെ അതേപോലെ സണ്ണി വെയിൻ, ദിലീഷ് പുത്തൻ, അലൻസിയർ, പിന്നെ ശ്രീകാന്ത് മുരളി, പിന്നെ ചിന്നു തുടങ്ങിയ ഒരു ക്രൂ ആണ് ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് നേരെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി, ഇതിന്റെ ആ ഒരു റൈറ്റിംഗ്, അതായത് ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം ഭയങ്കര കിടിലമായിരുന്നു. പിന്നെ എന്താണോ ആ കഥ അവർ എഴുതി വെച്ചേക്കുന്നത് അത്ര മനോഹരമായിട്ട് തന്നെ പുള്ളി അത് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ബാക്ക് ടു ബാക്ക്, അതായത് സ്റ്റാർട്ട് ടു എൻഡ് ആ ഒരു പഞ്ച് അല്ലെങ്കിൽ ആ ഒരു കിക്ക് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു മികവ്. കാര്യം നമ്മളിലെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ സിനിമസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഒരു വേറൊരു ടച്ച് ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് കിടിലമായിട്ട് ആ സീനുമായിട്ട് ഇങ്ങനെ ക്ലബ് ചെയ്ത് പോകുന്ന രീതിയിൽ അടിപൊളിയായിരുന്നു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ വൈബ്. ഇൻഡോർ പഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര കിടിലായിരുന്നു. ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി പോകുന്ന രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഫീൽ ചെയ്യുന്ന അറിയില്ല. ഞാൻ പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഏത് വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഈ സിനിമ വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് നമ്മൾ ചില തമിഴ് സിനിമകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എടാ തമിഴ് ഇന്നൊരു സിനിമ ഒ.ടി.ടിയിലൊക്കെ വന്നിട്ടുണ്ട്, പോയി കണ്ടു നോക്ക്, കിടിലം കേസ് അന്വേഷണം, കിടിലം ഇൻവെസ്റ്റിഗേഷൻ ആണെന്നൊക്കെ പറയത്തില്ല. അതേപോലെ നമ്മുടെ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഇപ്പൊ എടുത്തു പറയാൻ ഭയങ്കര വലിയ ക്രൂസ് ഒന്നും അല്ല അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ആൾക്കാർ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശിന് 100% നമുക്ക് വെർത്തായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന കാശ് മുതലാക്കാൻ പറ്റിയ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അത്യാവശ്യം മിസ്റ്ററി, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ അല്ലെ ആ ടൈപ്പ് സിനിമകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാശ് എന്തായാലും നഷ്ടമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ പോകുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ട്രെയിലർ ഒന്ന് കണ്ടിട്ടു, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സിനിമയുടെ ഒരു ഐഡിയ കിട്ടും. ആ ട്രെയിലർ കാണുമ്പോൾ സിനിമ കാണാൻ എവിടെയെങ്കിലും ഒരു ത്വര തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇത് തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കാര്യം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ആ ഒരു ഓഡിയൻസ് ആംബിയൻസിൽ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ ഒരു ഡിഫറന്റ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം പറയുന്നുള്ളൂ, ഗോളം സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ സിനിമയാണ്. ഏത് സൈഡ്, ടെക്നിക്കൽ സൈഡ്, പെർഫോമൻസ് വൈസ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ രീതിയിലും നല്ലൊരു കിടിലം മേക്കിംഗ് ഉള്ള നല്ലൊരു സിനിമയാണ്. പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇനി സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കി. ബൈ.